ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. റവയും ക്യാരറ്റും വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് കുറച്ച് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 250 ml കപ്പിന് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുക്കുന്നതൊക്കെ ഒരു കറക്റ്റ് അളവ് തന്നെ വേണം കേട്ടോ, എന്നാലേ നമുക്ക് കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാനിത് ഇതുപോലെ 2 ക്യാരറ്റ് ചെറുതായി മുറിച്ചതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ കറക്റ്റ് അളവാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ അരയാത്ത ക്യാരറ്റിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അതിൽ കിടന്നോട്ടെ. അത് വെന്ത് വരുമ്പോൾ ഒന്ന് സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടാൻ. ഇത് ഇനി ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ആ റവയ്ക്കൊന്ന് കുതിർന്നിട്ട് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. മുട്ട നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല പൊങ്ങി വരും. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കുമ്പോൾ ദാ ഇതുപോലെ മുകളിൽ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോഴേ ഈ റവയുടെ മിക്സായിട്ട് ഓയിൽ നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂൺ മാറ്റിയിട്ട് ഒരു വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത്. അപ്പോഴേ ഉള്ളൂ പെട്ടെന്ന് ഈ ഒരു ഓയിലും റവയുടെ മിക്സും പാടെ നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഓയിൽ ചേർത്തതിന് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് എന്തായാലും 2 മിനിറ്റോളം തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടുള്ളൂ. ഇപ്പോൾ അതാ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ എണ്ണയൊന്നും തെളിഞ്ഞ് നിൽക്കുന്നില്ല, എല്ലാം നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല കളറാണ് കേട്ടോ നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തോണ്ട്. ഇത് കുക്കായി വരുമ്പോൾ ഒന്നും കൂടെ നല്ല ഓറഞ്ച് കളറായിട്ട് കിട്ടും. ഇതിൽ നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ നമ്മൾ നേരത്തെ റവയും ക്യാരറ്റൊക്കെ മിക്സിയിൽ അടിച്ചെടുത്തില്ലേ, ആ ഒരു സമയത്ത് 2 ഏലക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും എന്തായാലും ചേർത്ത് കൊടുക്കണം. നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതായത് ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വളരെ നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാ ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സാക്കി എടുക്കട്ടോ. ഏകദേശം 1 മിനിറ്റോളം തന്നെ നമ്മൾ ഇതുപോലെ മിക്സാക്കി എടുക്കണം. അപ്പോഴേ ഇത് നല്ലപോലെ യോജിച്ച് വരുള്ളൂ. ആ ബേക്കിംഗ് പൗഡറിലൊക്കെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നേ വേണം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി കേക്ക് ടിന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതില്ലെങ്കിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് മൈദയൊക്കെ ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. എല്ലാ വശത്തും ഒരുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ ബാറ്ററൊക്കെ റെഡിയാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ കേക്ക് ടിന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് 1 ടീസ്പൂണോളം വിനാഗിരിയാണ്. അപ്പോൾ ഈ ഒരു വിനാഗിരി നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം.
അപ്പോൾ നമ്മളിതിൽ മുട്ട ചേർക്കാത്തത് കൊണ്ട് തന്നെ വിനാഗിരി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരുള്ളൂ. വിനാഗിരി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ബാറ്റർ പതഞ്ഞ് വരുന്നത് കാണാം. ചെറിയ രീതിയിൽ ഇങ്ങനെ പതഞ്ഞ് വരും. ഇനി നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ലെങ്കിൽ 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. വിനാഗിരി നമ്മൾ കേക്ക് ടിന്നിക്ക് ഒഴിക്കണ ആ ഒരു സമയത്താണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ അത് വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പാണ് റവ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഉണ്ടാക്കിയെടുക്കാൻ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതുപോലെ കേക്ക് ടിന്നില്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. അപ്പോൾ അതാ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ അതിലുള്ള ഒരു എയർ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കഴിക്കുമ്പോഴും ഈ ഒരു ക്യാരറ്റൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ക്യാരറ്റ് വെച്ചിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കണ്ടോ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു കേക്കായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപ്പൊന്നും അടിയിൽ ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കൽ. നല്ല കട്ടിയുള്ള പാത്രം എടുത്താൽ മതി. അപ്പോൾ ഒരു കുഴപ്പം വരില്ല. അതുപോലെ ആ റിങ്ങും അടപ്പും എല്ലാം തന്നെ നല്ലപോലെ ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം. ഏകദേശം ഒരു 30 to 40 മിനിറ്റ് ആവും കേട്ടോ ഇതൊന്ന് കുക്കായി കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് തയ്യാറാക്കണമെങ്കിൽ ഓവനൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. കേക്ക് കുക്കായി വന്നപ്പോൾ നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം കുക്കായിക്കണമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പപ്പടക്കമ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. സെൻറ്ററിലും സൈഡിലൊക്കെ നമ്മൾ കുത്തി നോക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പുറത്തെടുത്തിട്ട് നല്ല തണുത്തതിൻ്റെ ശേഷം മാത്രം ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. ഒരു 10 മിനിറ്റ് നേരം പുറത്ത് വെക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ തണുത്ത് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ കേക്കൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടിയിപ്പിച്ചാൽ മതി. തണുത്ത് വന്നപ്പോഴേക്കും തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, പാത്രത്തിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. റവ വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദപ്പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റാന്നുള്ളത്. അപ്പോൾ റവയും ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഇതുപോലെ കേക്ക് തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും പെർഫെക്റ്റായിട്ട് കിട്ടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റാന്നുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കേക്ക് വേണമെന്ന് പറയണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അത്യാവശ്യം ഹെൽത്തിയാണ്. ക്യാരറ്റും റവയാണല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം.